Hi friends, welcome to Pratap Jet. നമ്മുടെ ഇന്നത്തെ വീഡിയോ Infinix S5 Pro എന്ന ഫോണിനെ കുറിച്ചാണ്. 9999 രൂപ എന്ന് പറഞ്ഞ പ്രൈസിനകത്ത് പോപ്പ് ക്യാമറ ഫുൾ സ്ക്രീൻ ഒക്കെ ആയിട്ട് ഒരു അട്രാക്റ്റീവായ സെറ്റപ്പിലാണ് ഈ ഒരു ഫോൺ വന്നിരിക്കുന്നത്. പക്ഷേ ആ ഒരു ഘടകം ഒഴിച്ച് ബാക്കിയുള്ള ഘടകങ്ങൾ എങ്ങനെയുണ്ടെന്നുള്ളതും കൂടി പരിശോധിക്കണ്ടേ. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അതുകൂടി അറിഞ്ഞിട്ട് വേണം പർച്ചേസ് ഡിസിഷൻ എടുക്കാൻ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കും. നേരെ വീഡിയോയിലേക്ക്. ഹായ്, അപ്പോൾ ഇൻഫിനിക്സ് S5 Pro ഫോൺ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ. ഫുൾ സ്ക്രീൻ പോപ്പ് സെൽഫി ക്യാമറ. അപ്പോൾ ഒരു ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേയും പോപ്പൊക്കെ ഉള്ളൊരു ഫോൺ 9999 രൂപയ്ക്ക് നമുക്ക് കിട്ടുകയാണ്. അതും 4GB RAM 64GB സ്റ്റോറേജ്. മറ്റേ പല ബ്രാൻഡുകളുടെയും 3GB RAM കിട്ടുന്നിടത്താണ് നമുക്കിവിടെ 4GB RAM 64GB സ്റ്റോറേജും ഫുൾ സ്ക്രീനും പോപ്പ് സെൽഫി ക്യാമറ കിട്ടുന്നത്. അവൻ്റെ ഒപ്പം നല്ല ബാറ്ററി 4000 mAh ബാറ്ററി ഈ ഫോണിൽ വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ആൻഡ്രോയിഡ് 10 ഏറ്റവും ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 10 ഉൾപ്പെടുന്നു. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഈ ഫോൺ കണ്ണുമടച്ചങ്ങ് വാങ്ങിക്കാനുള്ള എല്ലാ തോന്നലും ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നെ സംബന്ധിച്ചും നല്ല ഇമ്പ്രസീവായ ഒരു ഫോണും ഡിസൈനും ഒക്കെ ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ നമുക്ക് 1 by 1 ആയിട്ടൊന്ന് നോക്കാം. ഇതിൻ്റെ ഡിസൈൻ, ഡിസ്പ്ലേ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഡിസ്പ്ലേ ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ ആണ്. HD ഒന്നുമല്ല, ഫുൾ HD പ്ലസ് തന്നെയാണ് ഡിസ്പ്ലേ. അതും നല്ലൊരു വലിപ്പമുള്ള ഡിസ്പ്ലേ ആണ്. 6.53 ഇഞ്ച് വരുന്നൊരു ഡിസ്പ്ലേ ആണ്. അതും 19.5:9 ആസ്പെക്ട് റേഷ്യോയിൽ 91% സ്ക്രീൻ ടു ബോഡി റേഷ്യോയും ഈ ഫോണിന് വരുന്നുണ്ട്. അപ്പം നല്ലൊരു സ്ക്രീൻ ടു ബോഡി റേഷ്യോക്കുള്ള നല്ല ഡിസ്പ്ലേ. ഇപ്പോൾ ഇതിൻ്റെ ഡിസൈനിൻ്റെ റിയർ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റിക് ഡിസൈൻ ആണ്. ഓക്കെ, പ്രൈസ് റേഞ്ചിൽ എല്ലാവർക്കും ഗ്ലാസ് ഡിസൈൻ ഒന്നും തരാൻ പറ്റില്ല. റെഡ്മി ഫോണുകളിൽ നമ്മൾ ഗ്ലാസ് ഡിസൈൻ കാണുന്നുണ്ടെങ്കിലും ബാക്കി യൂഷ്വലായിട്ട് എല്ലായിടത്തും പ്ലാസ്റ്റിക് ഡിസൈൻ തന്നെയാണ്. അപ്പോൾ നല്ല പ്ലാസ്റ്റിക് ഡിസൈനൊക്കെ അതും നല്ല അത്യാവശ്യം സ്റ്റൈലിഷ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ക്യാമറയുടെ അലൈൻമെൻ്റ് ഒക്കെ ഒത്തിരി അട്രാക്റ്റീവായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അവിടെ ട്രിപ്പിൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ക്യാമറയെ കുറിച്ച് ഞാൻ അടുത്ത സെക്ഷനിൽ പറയാം. അപ്പോൾ എന്തായാലും നല്ല ഡിസൈൻ തന്നെ. ഡിസൈനിൻ്റെ കാര്യത്തിലൊന്നും പറയാനില്ല. 10000 രൂപയ്ക്ക് ഈ ഒരു ഫോൺ നല്ല അട്രാക്റ്റീവായ സെറ്റപ്പാണ്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഘടകങ്ങൾ, ഇതിൻ്റെ ക്യാമറ പോപ്പ് സെൽഫി ക്യാമറയാണെന്ന് പറഞ്ഞു. അത് 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. റിയർ സൈഡിൽ 48 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ്. ബാക്കി രണ്ട് ക്യാമറകൾ 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറും ഒരു 2 മെഗാപിക്സലിൻ്റെ ലോ ലൈറ്റ് സെൻസറുമാണ്. അത് രണ്ടും വലിയ യൂസ്ഫുൾ ആവാൻ പോകുന്നില്ല. എങ്കിലും 48 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ ഉണ്ടെന്ന് പറയുന്നത് ഒരു അട്രാക്റ്റീവായ ഘടകമാണ്. നമുക്കറിയാം 10000 രൂപ റേഞ്ചിൽ ക്വാഡ് ക്യാമറയും വൈഡ് ആംഗിൾ ക്യാമറയും കിട്ടുന്ന ധാരാളം ഫോണുകൾ റെഡ്മിയുടെ ഒക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം. എങ്കിലും ഈ ഒരു ഡിസൈനിലേക്കുള്ളൊരു ഫോൺ എന്ന നിലയ്ക്ക് നമുക്ക് മെയിൻ ക്യാമറ 48 മെഗാപിക്സൽ മാത്രം കൺസിഡർ ചെയ്താലും തിരക്കില്ലാത്ത നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ക്യാമറ ക്വാളിറ്റിയൊക്കെ ഒന്ന് റിവ്യൂസ് ഒക്കെ കണ്ടു നോക്കി ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു നല്ല ക്യാമറ സെറ്റപ്പ് നമുക്ക് തിരക്കില്ലാത്തൊരു ക്യാമറ സെറ്റപ്പ് എന്ന് പറയാം. ക്യാമറയുടെ കാര്യം ഞാൻ വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. പ്രത്യേകം ക്യാമറ റിവ്യൂസ് കണ്ട് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കുക. കാരണം ഈ റേഞ്ചിൽ നല്ല ക്യാമറ ക്വാളിറ്റി ഉള്ള ധാരാളം ഫോണുകളുണ്ട്. അപ്പോൾ ക്യാമറ ക്വാളിറ്റി കമ്പാരിസണൊക്കെ നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാരണം നമ്മൾ ഈ പറയുന്നത് സ്പെസിഫിക്കേഷൻ ബേസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇമേജ് കാണിച്ചു തരാൻ നിവൃത്തിയില്ല. അപ്പോൾ ക്യാമറ ക്വാളിറ്റി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ബാറ്ററി 4000 mAh ബാറ്ററി. നോർമൽ ചാർജറാണ്. ഫാസ്റ്റ് ചാർജിംഗ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. മൈക്രോ USB കേബിൾ തന്നെയാണ്. Type C കേബിളൊന്നും വരുന്നില്ല. അതൊക്കെ നമ്മുടെ റെഡ്മി ഫോണുകളിൽ മാത്രമാണ് യൂഷ്വലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഒരു പ്രശ്നം പറയത്തക്ക ഇഷ്യൂസ് ഒന്നുമില്ല. 4000 mAh ബാറ്ററി, നല്ല ബാറ്ററി കപ്പാസിറ്റിയാണ്. നോർമൽ ചാർജറാണെങ്കിലും അക്സെപ്റ്റബിൾ തന്നെയാണ്. ഫാസ്റ്റ് ചാർജിംഗ് ഒന്നും ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഒരു നല്ല സെറ്റപ്പ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫോണിൽ ഇത്രയും കാര്യങ്ങൾ അടിപൊളിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 4GB RAM 64GB സ്റ്റോറേജും ആൻഡ്രോയിഡ് 10 നമുക്ക് അവൈലബിൾ ആണ്. അത് അവരുടെ XOS എന്ന് പറയുന്ന അവരുടെ സ്വന്തം UI ബേസ് ചെയ്തിരിക്കുന്നത് ആൻഡ്രോയിഡ് 10 ആണ്. അതുകൊണ്ട് തന്നെ ഡാർക്ക് മോഡും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ 10000 രൂപയ്ക്ക് ഇത്തരത്തിലൊരു ഡിസൈനുള്ള ഫോണിൽ ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ ഒരു നല്ല ഓപ്ഷനാണ്. പക്ഷെ ഒരു വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രോസസ്സറാണ്. MediaTek Helio P35 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ അത്ര പോരാ എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇതിന് മുൻപ് നമ്മൾ ഇൻഫിനിക്സ് ഹോട്ട് 8ൻ്റെ റിവ്യൂ പറഞ്ഞപ്പോൾ അവിടെ MediaTek Helio P22 ആയിരുന്നു. പക്ഷെ നമ്മളത് ആക്സെപ്റ്റബിൾ ആണെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ കാരണം അത് 6999 രൂപയ്ക്ക് വന്നൊരു ഫോണാണ്. ആ പ്രൈസിൽ നമുക്ക് ആ ഒരു പ്രോസസ്സർ ആക്സെപ്റ്റബിൾ ആണ്. നമുക്ക് നോർമൽ യൂസിൽ ചെറിയൊരു ലാഗൊക്കെ വരും. പക്ഷേ എങ്കിലും അത് ആ ഒരു പ്രൈസിന് ആക്സെപ്റ്റബിൾ ആണ്. നല്ല പെർഫോമൻസ് തരുന്ന നല്ലൊരു ഫോണാണ്. പക്ഷെ 10000 രൂപയ്ക്ക് വരുമ്പോൾ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. P22 അല്ല P35 വെച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടായില്ല. കാരണം ഇന്ന് ഈ പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാളും നല്ല ധാരാളം പ്രോസസ്സറുകളുള്ള ഒരുപാട് ഫോണുകൾ, അത് റെഡ്മി നോട്ട് 8 ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെടുത്താലും റെഡ്മി നോട്ട് 7ഓ 7 പ്രോയോ അതൊക്കെ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ റിയൽമി 5i 5s, അല്ലെങ്കിൽ വിവോയുടെ U20, ഒരുപാട് ഫോണുകൾ അവിടെ നമുക്ക് ധാരാളം അവൈലബിൾ ആയിട്ടുള്ള ഒട്ടനവധി ഫോണുകളിലും ഇതിനേക്കാൾ ഫാർ ബെറ്റർ ആയ പ്രോസസ്സറുള്ള ഫോണുകളാണ്. നമുക്ക് അതൊക്കെ വിട്ടാൽ തന്നെയും 8000 രൂപയ്ക്ക് 7990 രൂപയ്ക്ക് കിട്ടുന്ന റിയൽമി C3
MediaTekന്റെ G70 എന്ന് പറയുന്ന പ്രോസറാണ് വെച്ചിരിക്കുന്നത്. അതിനകത്ത് നൈസായിട്ട് നമുക്ക് PUBG കളിക്കാനോ പെസ് കളിക്കാനോ അല്ലെങ്കിൽ ഏത് ഗെയിം വേണമെങ്കിലും വിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു നല്ല പവർഫുള്ളായ പ്രോസറാണ്. അപ്പോൾ ഇത്രയും നല്ല ഫോണുകൾ 8000 രൂപയ്ക്ക് വരെ കിട്ടുമ്പോൾ അതിൻ്റെ ഒന്നും പകുതി പോലും പെർഫോമൻസ് തരാൻ കഴിവില്ലാത്ത P35 എന്ന പ്രോസറാണ് ഈ ഒരു ഫോണിൽ വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ പ്രോസസ്സറും പെർഫോമൻസും അല്ല, ഈ ഒരു ഡിസൈനാണ്. നിങ്ങൾക്ക് പോപ്പപ്പ് ക്യാമറയും ഈ ഒരു ഡിസ്പ്ലേയും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. പെർഫോമൻസിൽ ഇത്തിരി ലാഗൊക്കെ നോർമൽ യൂസിലും ചിലപ്പോൾ ലേശം ലാഗൊക്കെ വരും, പ്രത്യേകം ഓർക്കുക. ആ ഒരു സെറ്റപ്പുള്ള പ്രോസറാണ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ മാത്രം മതി, ബാക്കിയൊന്നും നിങ്ങൾ കെയർ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ അടിപൊളി ഓപ്ഷനായിരിക്കും. പിന്നെ ഇതിനകത്ത് 1-2 പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങൾ നോക്കിയാൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് അവൈലബിൾ ആണ്. 2 സിമ്മും മെമ്മറി കാർഡ് ഉപയോഗിക്കാം. 2 സിമ്മ് ഡുവൽ 4G വോൾട്ടി തന്നെയാണ്. വൈഫൈ കോളിംഗ് പോലുള്ള ഫീച്ചറുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വൈഡ് വൈൻ L3 സർട്ടിഫിക്കേഷനാണ്, L1 ഇല്ല. എന്ന് വെച്ചാൽ നമുക്ക് ആ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പോലുള്ള പ്രൈം സർവീസുകളിൽ നിന്നുള്ള ഫുൾ HD വീഡിയോസ് നമുക്ക് ഇതിനകത്ത് സ്ട്രീം ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് ഫുൾ HD ഡിസ്പ്ലേ ഉണ്ട്, എങ്കിലും ആ ഒരു സർവീസുകൾ നമുക്ക് ഇതിനകത്ത് സ്ട്രീം ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത് നമ്മുടെ റിയൽമി UI-ലും അതേപോലെ എന്താ പറയുക ഷവമി ഫോണുകളിലൊക്കെ കാണുന്ന, സാംസങ് ഫോണുകളിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് കണ്ടുവരുന്ന പരസ്യങ്ങൾ അത് ഇതിനകത്തും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസറും കാര്യങ്ങളൊക്കെ റിയർ മൗണ്ടഡ് ആണ്. അതേപോലെ തന്നെ ഫേസ് അൺലോക്കും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഈ ഒപ്പീനിയൻ സ്പെസിഫിക്കേഷൻ ബേസ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ചിന്തിച്ച് റിവ്യൂസ് ഒക്കെ നല്ലോണം കണ്ടു നോക്കുക. പെർഫോമൻസ് ഒക്കെ പ്രത്യേകം വാച്ച് ചെയ്യാം. ഈ ഒരു ഫോൺ എടുക്കാൻ പോകുമ്പോൾ മെയിനായിട്ടും ഈ പോപ്പപ്പ് ക്യാമറയും ഫുൾ സ്ക്രീനുമാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. അതൊഴികെ ബാക്കിയുള്ള പെർഫോമൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഫാർ ബെറ്റർ ആയ ഫോണുകൾ ധാരാളം അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് റിവ്യൂസ് ഒക്കെ കണ്ടു നോക്കിയിട്ട് മാത്രം പർച്ചേസ് ഡിസിഷൻ എടുക്കുക. അങ്ങനെ എടുക്കുമ്പോൾ 13-ാം തീയതിയാണ് ഇതിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 4GB RAM 64GB സ്റ്റോറേജ് വേരിയൻ്റാണ് ഇത് വരുന്നത്. അതിൻ്റെ പ്രൈസ് 9999 രൂപയാണ്. പിന്നെ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ കഴിയുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അതിൻ്റെ പർച്ചേസ് ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് പോയി നോക്കി പർച്ചേസ് ചെയ്യും. അപ്പോൾ അത്രയുമാണ് എനിക്ക് ഈ ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.